നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ കൃഷി ചെയ്യുവാൻ പറ്റുന്ന വാഴയാണ് റോബസ്റ്റ. വാഴ കൃഷികളിൽ ഏറ്റവും ലാഭകരമായതും ഉയരം കുറഞ്ഞതും അങ്ങനെ കാറ്റിനെ അതിജീവിക്കുവാനുള്ള കഴിവ് ഇതിനുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം 6-7 റോബസ്റ്റ വാഴയും കൂടെ നടുക. കടയിൽ നിന്നും റോബസ്റ്റ പഴം വാങ്ങാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള പഴം ലഭിക്കുന്നു. കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും കൃഷി ചെയ്യുവാൻ പറ്റുന്ന വാഴയാണ് റോബസ്റ്റ. മറ്റ് വാഴകൾ അപേക്ഷിച്ച് ഉയരത്തിൽ പോകാതെ ഒരു കുള്ളൻ വാഴയായതുകൊണ്ട് പരിചരണങ്ങൾ വളരെ കുറവാണ്. റോബസ്റ്റ പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിരവധി വൈറ്റമിൻസ്, മിനറൽസ്, നല്ല രീതിയിലും വൈറ്റമിൻ B6, C ആൻഡ് A, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം, കോപ്പർ, അതുപോലെ റിച്ച് ഫൈബർ കണ്ടൻസും നല്ലൊരു ആൻറ്റി ഓക്സിഡൻസും കൂടിയാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്താലും. നല്ല വിപണന സാധ്യത ഉള്ളതും കർഷകന് നല്ല വരുമാനം നേടിക്കൊടുക്കുന്ന വാഴകളിൽ ഒന്നാണ് റോബസ്റ്റ. മിക്ക വാഴകളും നല്ല ഉയരത്തിൽ വളരുമ്പോൾ റോബസ്റ്റ ആണെങ്കിൽ കുള്ളൻ വാഴയാണ്. കൃഷിക്കാർക്ക് കൈകാര്യം ചെയ്യുവാൻ വളരെ എളുപ്പം. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വാഴക്കുലകൾ കാറ്റത്ത് മറിഞ്ഞു പോകാതിരിക്കുവാൻ കെട്ടിയിരിക്കുന്ന 3 കമ്പുകൾ മാറ്റിയതിനു ശേഷം വാഴക്കുലകൾ മുറിച്ചെടുക്കുക. ഉയരം കുറഞ്ഞ വാഴ ആയതിനാൽ ഒരു കൈകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ വാഴക്കുലയിൽ പിടിച്ചതിന് ശേഷം വാഴക്കുല മുറിച്ചെടുക്കുക. നല്ല മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുക. ഒറ്റ വെട്ടിൽ തന്നെ വാഴക്കുലകൾ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വാഴക്കുല ഒരു കൈകൊണ്ട് പിടിച്ചിട്ട് നല്ല മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. ഈ വാഴക്കുല ഏകദേശം 30-33 കിലോഗ്രാമിന് മേൽ തൂക്കം വരുന്നതാണ്. എങ്കിൽ തന്നെയും നമ്മുടെ കയ്യിൽ നിൽക്കാവുന്നതേയുള്ളൂ. ഒരിക്കലും വാഴക്കുല മുറിക്കുമ്പോൾ തറയിൽ വീണു പോകരുത്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലും മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുകയും നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് ശേഷം വിദേശത്ത് കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഇത് കുറച്ചുകൂടെ വലിയ കൊലയാണ്. കുറച്ച് സൂക്ഷിച്ച് മുറിക്കുക. ശ്രദ്ധിച്ച് മുറിച്ചെടുത്താൽ കയ്യിൽ നിൽക്കാവുന്നതേയുള്ളൂ. വാഴക്കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ബലമുള്ള കമ്പുകൾ ഉപയോഗിച്ച് കെട്ടിനിർത്തണം. ഏത് കാറ്റിനെയും അതിജീവിക്കുവാൻ സാധിക്കും. കൊലയുടെ വെയിറ്റ് കൊണ്ട് ഇത്രയും ചരിഞ്ഞിട്ട് പോലും അവിടെ നിന്നുകൊള്ളും. ഈ വാഴക്കുലകൾ പാകമാക്കുവാൻ ഇനി 1 മാസമെങ്കിലും കുറഞ്ഞത് വേണം. ഇതിനുശേഷം മുറിച്ചെടുത്താൽ നല്ല പാകമായ കുലകൾ ലഭിക്കുന്നു.
പ്രതീക്ഷിക്കാത്ത കാറ്റും മഴയും കൃഷിക്കാർക്ക് വളരെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വാഴ കുലച്ചാൽ ഉടനെ തന്നെ ഊന്നുകമ്പുകൾ ഉപയോഗിച്ച് കെട്ടി നിർത്തുക. ഇത് മുറിച്ചെടുക്കുവാൻ ആയിട്ടില്ല. കുറഞ്ഞത് 1.5 മാസം കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ വിളഞ്ഞ് കിട്ടുകയും അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മുറിച്ചെടുക്കണം. ഏകദേശം പഴുക്കാറായിട്ടുണ്ട്. മുറിക്കാത്ത പക്ഷം വാവലിൻ്റെയും മറ്റ് പക്ഷികളുടെയും ശല്യം ഉണ്ടാകും. വാഴക്കുലകൾ മുറിക്കുന്നതോടൊപ്പം തന്നെ വാഴത്തടയും മുറിച്ച് മാറ്റുകയും ചുവട്ടിൽ 1-2 കന്നുകൾ നിലനിർത്തിയിട്ട് ബാക്കി ഉള്ള കന്നുകൾ ഇളക്കി മാറ്റുക. ചുവട് നല്ലതുപോലെ വൃത്തിയാക്കി കുറച്ച് വേപ്പിൻ പിണ്ണാക്കോ ഒരുപിടി കുമ്മായോ ഇട്ട് പറിച്ച് മൂടുക. ഈ കുല മുറിച്ചെടുക്കുവാൻ ഇനിയും ഏകദേശം 1.5 മാസം വേണ്ടിവരും. അപ്പോഴേക്കും 35 കിലോഗ്രാമിന് മേൽ തൂക്കം ഉണ്ടാകും. വാഴപ്പഴങ്ങൾ, പ്രത്യേകിച്ച് വേനൽക്കാലമാണെങ്കിൽ റോബസ്റ്റ പഴം വളരെ നല്ലതാണ്. ദിവസവും നമ്മൾ പഴങ്ങൾ കഴിച്ചിരിക്കണം. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഡൈജഷനും വളരെ നല്ലതാണ്. ഈ പച്ചപ്പഴത്തിന് ഇന്ന് കിലോഗ്രാമിന് 30 രൂപ മുതൽ 40 രൂപ കൊടുക്കണം. എൻ്റെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ തന്നെ 3-4 റോബസ്റ്റ കുലകൾ വിൽക്കുവാൻ ആയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് പാകമായിരുന്നെങ്കിൽ 10ഓളം വാഴക്കുലകൾ കാണുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കും കൃഷി ചെയ്യുവാൻ ഒരു പ്രചോദനം ആകുമെന്ന് ഞാൻ കരുതുന്നു. എപ്പോഴും വാഴക്കൃഷി ചെയ്യുമ്പോൾ കരിച്ചയുടെയും പുഴുവിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കുവാൻ ഉണങ്ങിയ വാഴക്കൈ വെട്ടി മാറ്റി വൃത്തിയായി സൂക്ഷിക്കുക. ഈ വാഴത്തട വെട്ടി നോക്കിയാൽ പോലും ഒരു പുഴുവോ കരിച്ചയോ ഒന്നും തന്നെ കാണുകയില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.